കാണുന്നില്ലെങ്കിലും അഫ അമ്യാവാനി അന്തുമ, നിങ്ങൾ അങ്ങോട്ട് കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഉള്ളിലേക്ക് പോകണം. ഇതാരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറയുന്നത്. അപ്പൊ നിങ്ങളൊരു സംശയം എന്താ വെച്ചാൽ, നിങ്ങളുടെ ഒരു സംശയം നബിയുടെ കാലത്ത് ചില പെണ്ണുങ്ങൾ പള്ളിയിൽ വന്നിട്ടുണ്ട് എന്ന് ബുഖാരിയിലൊക്കെ ഉണ്ടല്ലോ എന്നാണ്. അത് ഹിജാബിനായത്തിന് മുമ്പാണ് എന്ന് ഏപ്പിക്കാർ പറഞ്ഞു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അവിടെ നിങ്ങൾ വളരെ വ്യക്തമായ ഒരു ഉസൂല് അഥവാ ഹദീസുകൾ മനസ്സിലാക്കാനുള്ള ഒരു മാനദണ്ഡം, നിങ്ങൾ ചെറിയ കുട്ടിയാണ്, പക്ഷെ എന്റെ സംസാരം നിങ്ങൾക്ക് വേണ്ടി പറയുന്ന ഈ സംസാരം ആയിരക്കണക്കിന് ആളുകൾ കേൾക്കുന്നുണ്ട്. അവരെ ഉദ്ദേശിച്ചുകൊണ്ട് പറയട്ടെ, നബിയുടെ കാലത്ത് ഒരു സംഭവം ഉണ്ടായി. ശരിക്കും മനസ്സിലാക്കണം, നബിയുടെ കാലത്ത് ഒരു സംഭവം ഉണ്ടായി. നബിയാണെങ്കിലോ ആ സംഭവത്തിന് എതിരിൽ ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു. എന്നാൽ ഉമ്മത്തുകളായ നമ്മൾ അമല് ചെയ്യേണ്ടത് നബിയുടെ കാലത്തുള്ള സംഭവം വെച്ചിട്ടാണോ നബിയുടെ കൽപ്പന മാനിച്ചുകൊണ്ടാണോ? നബിയുടെ കൽപ്പന മാനിച്ചുകൊണ്ടാണ്. മനസ്സിലായില്ല? അത് മനസ്സിലായിട്ടുണ്ടാവില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ നിന്ന് കുടിക്കരുത് എന്ന് പറഞ്ഞു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഒരിക്കൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്തു. ഇത് രണ്ടും ബുഖാരിയിൽ കാണാം. അപ്പൊ നമ്മൾ ഏതാ സ്വീകരിക്കേണ്ടത്? നബിയുടെ പ്രവൃത്തിയെയാണോ നമ്മൾ അമലായി സ്വീകരിക്കേണ്ടത്, അതോ നബിയുടെ കൽപ്പനയെയാണോ നമ്മൾ അമലായി സ്വീകരിക്കേണ്ടത്? നബിയുടെ കൽപ്പനയാണ്, നബിയുടെ ഡയറക്ഷൻ, നബിയുടെ നിർദ്ദേശം. അപ്പൊ നമ്മൾ ഇരുന്നിട്ട് വെള്ളം കുടിക്കണം. നമ്മളിങ്ങനെ നിന്നിട്ട് വെള്ളം കുടിക്കല്ല വേണ്ടത്. നബി കുടിച്ചു എന്ന് ബുഖാരിയിലുണ്ടല്ലോ എന്ന് പറയല്ല വേണ്ടത്. അതിന് അതിന്റേതായ വിശദീകരണം കൊടുക്കണം. എന്നതുപോലെ നബിയുടെ കാലത്ത് ചില പെണ്ണുങ്ങൾ പള്ളിയിൽ വന്നു എന്ന് ഹദീസിൽ കാണാം. അത് ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പാണ് എന്ന് വിശദീകരിച്ച ഇമാമുമാരുണ്ട്. അത് നബിയുടെ കാലത്തേക്ക് മാത്രം പരിമിതമാണ് എന്ന് വിശദീകരിച്ച ഇമാമുമാരുണ്ട്. അത് സാർവത്രികമായി മൗലികമായി സാമാന്യവൽക്കരിച്ച് പറയേണ്ടതല്ല. എന്തുകൊണ്ട്? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നബിയുടെ സവിധത്തിൽ വന്നുകൊണ്ട് ഉമ്മു ഹുമൈദിനി സായിദിയ എന്ന സഹാബി വനിത വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നബിയേ, ഞാൻ അങ്ങയുടെ കൂടെ അങ്ങയുടെ പള്ളിയിൽ അങ്ങയുടെ സഹാബിമാരോടൊപ്പം ഞാൻ നിസ്കരിക്കാൻ ജമാഅത്തിന് വരട്ടെയോ? നബി പറഞ്ഞു, വേണ്ട, നീ നിന്റെ വീട്ടിന്റെ ഉള്ളിൽ പോയി നിസ്കരിച്ചോ. ഷഫീഉനാ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ വീട്ടിന്റെ ഉള്ളിൽ പോയി നിസ്കരിച്ചോ എന്ന് നബിയും ചില പെണ്ണുങ്ങൾ നിസ്കരിച്ചു എന്ന് പറയുന്ന സംഭവവും തമ്മിൽ പ്രത്യക്ഷത്തിൽ എതിരായാൽ നമ്മൾ ഉമ്മത്തുകൾ സ്വീകരിക്കേണ്ടതും അമല് ചെയ്യേണ്ടതും നബിയുടെ വാക്കിനെയാണ്. നബിയുടെ കാലത്തുണ്ടായ വാക്കിഅത്ത് അഥവാ സംഭവത്തെയല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവലംബിക്കേണ്ടത്. മനസ്സിലായി പറഞ്ഞത്? ഞാൻ ഒന്നും കൂടി പറയാം. ഇദാ ഖാലഫൽ ഖൗലു വൽ ഫിഅലു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൽ മുത്തബഉ അൽ ഖൗൽ. നബിയുടെ കാലത്തുള്ള ഒരു വാക്കും നബിയുടെ ഒരു പ്രവർത്തനവും തമ്മിൽ പ്രത്യക്ഷത്തിൽ എതിരുണ്ടെങ്കിൽ നാം സ്വീകരിക്കേണ്ടത് വാക്കിനെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇമാമുമാർ അവരുടെ കിതാബുകളിൽ പറഞ്ഞത്, പെണ്ണുങ്ങൾ അവർ പള്ളിയിൽ പോണ്ട, നിസ്കരിക്കാൻ പള്ളിയിൽ പോണ്ട, അവർ നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ കൂടിക്കൊള്ളട്ടെ എന്ന് പറയാൻ കാരണം ഈ കാരണത്താൽ. അല്ലാതെ അവർ ഈ ഹദീസൊന്നും കാണാത്തതുകൊണ്ടല്ല, അവർ ഇതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്ത്രീകൾ പറയട്ടോ ഒന്ന്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം എന്ന കണ്ണ് കാണാത്ത സ്വഹാബി വരുന്ന സമയത്ത് അവിടെ നബിയുടെ ചാരത്തുണ്ടായിരുന്ന ഭാര്യമാർ ആയിഷ ബീവി അല്ല, ഒന്ന് ഉമ്മു സലമ ബീവിയും മൈമൂന ബീവി, ഇങ്ങനെ രണ്ട് ഭാര്യമാരാണ്.